ആക്ടേഴ്സ് ഉണ്ട്, കുറച്ച് പേർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സോ ഈ ഒരു സിനിമയിൽ D4 ഡാൻസ് എന്ന പ്രോഗ്രാമിലൂടെ ആങ്കറായി വന്നിട്ടുള്ള ആദിൽ ഇബ്രാഹിം ആണ് ഇതിൽ മുഖ്യ കഥാപാത്രം ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് വരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജിയോ ബേബി സർ, നടനും സംവിധായകനുമായിട്ട് ജിയോ ബേബി സർ ഇതിലൊരു മുഖ്യ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട അനുരാഗ വിലോചനായി എന്ന പാടി നല്ല അടിപൊളി റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൈലാഷ് ഏട്ടൻ, അങ്ങനെ കുറേ അധികം ആൾക്കാർ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സോ ബാക്കി എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. സോ ആദ്യമായിട്ട് ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത് കള്ളം സിനിമയുടെ മെയിൻ പില്ലർ, നമ്മളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ അനുരാം. അദ്ദേഹത്തിന്റെ കുറേയധികം സിനിമ റിലീസായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആടം എന്ന ചിത്രത്തിന് അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. കാരണം കള്ളം എന്ന സിനിമ അത്രയധികം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അടുത്തതായി ഞാൻ ക്ഷണിക്കാൻ പോകുന്ന ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരംകാരിയാണ്. കുറേ നാളുകളായിട്ട് സിനിമ എന്ന സ്വപ്നം മനസ്സിൽ വച്ച് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം അവരുടെ ആ ഒരു ഹാർഡ് വർക്കിംഗ് കൊണ്ട് തന്നെ, ദിനരാത്രം കഠിനാധ്വാനം ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു നമ്മളുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരംകാരി, നമ്മുടെ തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ള ആര്യ ഭുവനേന്ദ്രൻ. നല്ലൊരു കൈയടി കൊടുക്കണം ആര്യയ്ക്ക്. ആര്യന്റെ ഹസ്ബൻഡ് സൈജു വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സൈജുവിന് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത് ഓ മേരി ലൈല എന്ന ചിത്രത്തിലൂടെ നമുക്ക് ഏറെ സുപരിചിതയായിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു സുന്ദരി കുട്ടി, നമ്മുടെ നായിക. അതിനുശേഷം ഭഗവാൻ ദാസിന്റെ രാമരാജ്യം, അങ്ങനെ ആ ഒരു സിനിമയും ചെയ്ത് അതിന് കുറേയധികം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കൈഡിയോട് കൂടി നമുക്ക് വെൽക്കം ചെയ്യാം വെരി ഗോർജിയസ് നന്ദന രാജൻ. അടുത്തതായിട്ട് ഞാൻ വേറൊരു തിരുവനന്തപുരംകാരിനെയാണ് വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നടനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയ P. ശ്രീകുമാർ സാറിനെ എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരംകാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൾ ദേവി ശ്രീകുമാർ ഇവിടെയുണ്ട്. വളരെ നല്ലൊരു കഥാപാത്രം ദേവിയും ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് ദേവിയെ വെൽക്കം ചെയ്യാം. ദ വെരി ബ്യൂട്ടിഫുൾ ദേവി ശ്രീകുമാർ. വളരെയധികം കുറെ എന്താ പറയാ അഡ്വർടൈസ്മെന്റിലും അതുപോലെ തന്നെ സിനിമയിലും കണ്ട് നമുക്ക് ഏറെ സുപരിചിതമായിട്ടൊരു മുഖം അഖിൽ പ്രഭ. അഖിലിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഖിൽ, വെരി ഹാൻസം അഖിൽ. ആൻഡ് നമ്മുടെ സിനിമയിൽ മറ്റൊരു നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുള്ള വേറൊരു തിരുവനന്തപുരക്കാരൻ. ഇത് ഫുൾ ഓൺ തിരുവനന്തപുരക്കാരുടെ സിനിമയാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിസാൻ ഹുസൈൻ, അദ്ദേഹത്തെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഹിസാൻ ഇസ് ഹിയർ. നല്ലൊരു കൈയടി കൊടുക്കാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഇവിടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചിട്ട് നമ്മുടെ ട്രെയിലർ ലോഞ്ച് നടത്തണം എന്നുള്ളത്. സോ നമ്മുടെ എല്ലാവരും, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് വരേണ്ടതാണ്. നമ്മുടെ അണിയറ പ്രവർത്തകർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കടന്നു വരേണ്ടതാണ്. സോ നമുക്ക് അവരോട് തന്നെ ഒന്ന് സംസാരിച്ച് തുടങ്ങാം. എന്തായാലും സർ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഹാപ്പി മൂഡിലാണ്. ഒരു സിനിമയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു ട്രെയിലർ ലോഞ്ച്. അത് ചെറുതോ വലുതല്ല, സിനിമ അത് കണ്ടൻ്റാണ് അതിൻ്റെ സ്റ്റാർ. ഒരു നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ പുറകെ പോകാണ്ട് അതിനനുയോജ്യമായിട്ടുള്ള താരങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്ന ധൈര്യം കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് യഥാർത്ഥത്തിൽ അക്ഷരം തെറ്റാത്ത പ്രൊഡ്യൂസർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ. അതിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെയും ആരെയും നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്റ്റനായ അനിരാമനും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയർ പ്രവർത്തകർ എല്ലാവർക്കും, അതിൻ്റെ മെയിനായിട്ട് അഭിനയിച്ച താരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതൊരു വലിയൊരു വിജയമാവട്ടെ, എല്ലാ പ്രേക്ഷകർക്കും എത്തട്ടെ. വരുന്ന 13-ാം തീയതി തിയേറ്ററിൽ ഈ സിനിമ എത്തുകയാണ്. ഇപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ സിനിമ കണ്ട് ആസ്വദിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിനിമകൾ ഇവിടെ വിജയിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ വിജയിക്കണം. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമകൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.
നമ്മൾക്കറിയാം പുലിമുരുകൻ എന്ന സിനിമയിലൂടെ ബാലതാരമായി എത്തിയിട്ടുള്ള അജാസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലൊരു കൈയോട് കൂടി അജാസിനെ വെൽക്കം ചെയ്യാം. ഇപ്പൊ കൗമാരക്കാരനായി പുലിമുരുകനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേമസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജാസിനെ. സോ അജാസ് നമ്മളുടെ ഒരു സിനിമയിൽ മുഖ്യ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. നമുക്കറിയാം യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി ഇവിടെയുണ്ട്. ശോഭ ചേച്ചിനെ വേറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വിഷ്ണു സിനി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിൽ നിങ്ങൾക്കറിയാം കുറേയധികം നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. വളരെയധികം നാണക്കാരിയാണ്. നിങ്ങളുടെ നല്ലൊരു കൈയടി ഉണ്ടെങ്കിൽ അമ്മ ഇതിലേക്ക് കടന്നു വരും. നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി ഈ ഒരു സിനിമയിൽ തങ്കമണി എന്ന കഥാപാത്രം വളരെ ശക്തമായിട്ടൊരു കഥാപാത്രമാണ് ശോഭ ചേച്ചി ചെയ്തിരിക്കുന്നത്. അനുരാമേട്ട. നമസ്കാരം. ഗുഡ് ഈവനിങ് ആൾ. വളരെ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തൊരു സിനിമയാണിത്. പക്ഷേ ചെറിയ സിനിമകൾ ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നൊരു പേടി ഇപ്പോൾ ഇല്ല. കാരണം കണ്ടൻ്റാണ് വിജയം സൃഷ്ടിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇവിടെ സന്തോഷമായിട്ടും പറഞ്ഞതുപോലെ അത് നിർണ്ണയിക്കുന്നത് പോലെയാണ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയടക്കം. അടുത്ത കാലത്തായി വിശേഷം എന്ന സിനിമ അങ്ങനെയുള്ളതാണ്. ഗഗനാചാരി എന്ന സിനിമ അത്തരത്തിൽ വിജയിച്ചു. ഇപ്പോൾ അവസാനമായി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമ അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ടൻ്റാണ് അതിൻ്റെ ഒരു വാല്യൂ നിർണ്ണയിക്കുന്നത് എന്ന തരത്തിൽ പ്രേക്ഷകൻ മാറി എന്നുള്ള കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ സിനിമകളേക്കാൾ എല്ലാം മൈക്രോ ബഡ്ജറ്റിൽ നമ്മൾ ഒരുക്കിയ ഒരു സിനിമയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് നമ്മളൊരു കണ്ടന്റ് പറയും, നല്ലൊരു കഥ പറയുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ആ സിനിമ നിങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷയവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണണം. എന്തായാലും നിങ്ങളെ നിരാശരാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഒരു സ്ലോ പേസിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് ഈ സിനിമ. ഒപ്പം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ, അതിൽ എൻ്റെ പ്രിയ താരങ്ങൾ കണ്ണൻ നായർ, രാഹുൽ രവീന്ദ്രൻ, ആനന്ദ് മന്മഥൻ, വിനേഷ് വിശ്വനാഥാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗംഭീര സിനിമയാണ്. നിങ്ങൾ മസ്റ്റായി കാണേണ്ടുന്ന ഒരു സിനിമയാണത്. അത്തരം ചെറിയ സിനിമകൾക്ക് തിയേറ്ററിൽ ആൾക്കാരുണ്ടായാലാണ് കൂടുതൽ സിനിമകൾ ചെയ്യാനും നമുക്ക് അത് മുന്നോട്ട് വരാനും ഒക്കെ ഉള്ള പ്രോത്സാഹനം ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ആര്യ തന്നെ അവർ ഇഷ്ടപ്പെട്ടൊരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ വ്യക്തമായൊരു പ്രൊഡ്യൂസറൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ സ്വയം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തീരുമാനമെടുക്കുക. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ അവരെ പോലെ ഒരു പ്രൊഡ്യൂസർ ആവേണ്ടുന്ന ആളൊന്നുമല്ല. പക്ഷേ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ നിൽക്കുകയായിരുന്നു. ഞാനൊരു കൂട്ടം താരങ്ങളുമെല്ലാം അതിനുവേണ്ടി പൈസയോ റെമ്യൂണറേഷൻ ഒന്നും ഒരു വിഷയമാക്കാതെ ഒരു കൂട്ടം താരങ്ങൾ നമ്മളോടൊപ്പം നിന്നു. ആദിൽ ഇബ്രാഹിം, നന്ദന, ജിയോ ബേബി സാർ, കൈലാഷ്, ഷെഹിൻ സിദ്ദിഖ്, അങ്ങനെ ഒരു കൂട്ടം താരങ്ങൾ അവരുടെ സാമ്പത്തികം എന്നൊരു വിഷയമാക്കാതെ, അഖിൽ പ്രഭാകരൻ, അങ്ങനെ ഒരുപാട് പേർ ഞങ്ങളോടൊപ്പം കൂട്ടായി അണിചേർന്ന് ഞങ്ങളൊരു കൂട്ടായ്മയിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾ കാണണം. നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. താങ്ക് യു. ഇവിടെ ചേർന്ന് നിൽക്കുന്ന കൃഷ്ണേട്ടനും സന്തോഷ് വിശ്വനാഥ്, മറ്റ് പ്രമുഖർ, അജാസ് ഈ സിനിമയിലൊരു പുലിമുരുകന് ശേഷം ഒരു വ്യത്യസ്ത വേഷം ചെയ്യുന്നുണ്ട്. അത് അജാസിൻ്റെ ഗ്രോൺ അപ്പ് സ്റ്റേജിൽ അജാസ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഒരു വ്യത്യസ്ത വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സവിതാ ഭാസ്കറും ഈ സിനിമയിലെ നടിയാണ്. അങ്ങനെ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും, സവിതയും ഈ ജിയോ ബേബി ചേട്ടൻ്റെ വൈഫിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ സിനിമ ഒരു 5-6 നടിമാരെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നായിക നന്ദന രാജൻ മുതൽ ഇപ്പോൾ നമ്മൾ അവസാനം വിളിച്ച ചേച്ചി അടക്കം എല്ലാവരും ആ രംഗത്തേക്ക് സിനിമയിൽ സജീവമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. അനുറാമിൻ്റെ കള്ളം എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും പോയി കാണണം. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നല്ല കണ്ടൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാണും. അത് മൗത്ത് പബ്ലിസിറ്റി കിട്ടും. അത് കാണേണ്ട ഇടങ്ങളിലൊക്കെ കാണപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു വൻ വിജയമാവും. പിന്നെ എൻ്റെ സുഹൃത്ത് ദേവി ഇതിലൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ദേവി ഇതിലൊരു പ്രധാന കഥാപാത്രം. ദേവി ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ലോക സിനിമ കണ്ട് ശീലിച്ച ഒരാളാണ്. IFFKയിൽ സിനിമ ടീച്ചറാണ്.
അതിനോടൊപ്പം IFFK ഉണ്ടെങ്കിൽ രാവിലെ മുതൽ സിനിമ കണ്ട് തുടങ്ങി അങ്ങനെ ഒരു ശീലത്തിൽ സിനിമയെ ഭയങ്കരമായിട്ട് പ്രേമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ കള്ളം എന്ന് പറഞ്ഞ സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അനുറാം സംവിധാനം ചെയ്ത കള്ളം എന്ന ചിത്രം ഡിസംബർ 13 വരെയാണ്. അപ്പോൾ അനുചേട്ടനെ ഇതിനകത്തൊരു റോളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വേറൊരു പടത്തിൻ്റെ ഒരു വർക്കുമായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു സിനിമ അനുചേട്ടൻ്റെ സംവിധാനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഈ ഒരു ചെറിയ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണം. കൂടുതൽ ഞാൻ അഭിനയിച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളൊരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ചെറിയ ചിത്രമാണ്, നല്ലൊരു പ്രമേയം സംസാരിക്കുന്ന ആ ചിത്രം എല്ലാവരും പോയി കാണണം. ചെറിയ ചിത്രങ്ങളെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. ഹലോ, ഈ ഡിസംബർ 13 കള്ളം ഇറങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്ക സ്റ്റേജിൽ ആര്യ എൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വേറൊരു പടത്തിൻ്റെ ഒരു ഷൂട്ടിൻ്റെ തിരക്കിലാവുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു കള്ളം. പക്ഷേ ആ സമയത്ത് നടന്നില്ല. അപ്പോൾ എന്തോ ഒരു വിധി പോലെ ഇപ്പോൾ ഈ അടുത്ത ആഴ്ച കള്ളം ഇറങ്ങുന്നു. ഇപ്പം ഞാനും കൂടെ എഴുതിയ ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ചെറിയ പടമാണ്, പക്ഷേ കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായമുള്ള സിനിമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല സിനിമയാണെന്ന് ഒരു റെസ്പോൺസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം പിന്നെ OTT-യിലേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം തിയേറ്ററിൽ കണ്ട് അതിൻ്റെയും കൂടെ ഒരു വിജയം വന്നാലേ OTT-യിലോട്ട് അവർ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, അക്യൂർ ചെയ്യുന്നുള്ളൂ സിനിമകൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ നല്ല അഭിപ്രായം വരുന്ന സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ സിനിമയായാലും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കള്ളമായാലും നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം കള്ളത്തിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അനുഭവമായിട്ടും ബാക്കി അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയുന്നത് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഞങ്ങളുടെ സിനിമയും നിങ്ങൾ കാണുക എന്ന് പറയുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് വിനേഷ് സുമ. ഡിസംബർ 13 റിലീസാവുന്ന അനുരാഗ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ആര്യ പൂനേന്ത് തിരക്കഥ എഴുതി നിർമ്മിക്കുന്ന കള്ളം എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ വാച്ചിങ് കൾച്ചർ നമുക്കുണ്ട്. അത് OTT-യിൽ വന്നിട്ട് കാണാം എന്നുള്ള ആ ഒരു ടെൻഡൻസി അതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അതിലേക്ക് മാറ്റി വയ്ക്കാതെ എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ നിന്ന് കാണണം. തിയേറ്ററുകളിലെ സർവൈവലാണ് ഒരു സിനിമയെ മുന്നോട്ടുള്ള ഭാവിയെ, OTT അടക്കമുള്ള ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററുകളിൽ സിനിമകൾ പ്രത്യേകിച്ച് ചെറിയ സിനിമകൾ വിജയിക്കണം. അതുപോലെ തന്നെ ഞാൻ സംവിധാനം ചെയ്ത് ആനന്ദടക്കം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. കഴിഞ്ഞ 29-ാം തീയതിയാണ് റിലീസായത്. ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് ആളെ കയറ്റാൻ വേണ്ടി ഞാൻ പലതും പറയും. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ അശ്വന്ത് ഗോക്കിനെ റിവ്യൂ നോക്കൂ, ഉണ്ണി വ്ളോഗ്സിനെ നോക്കൂ, വരദ്വാജൻ ഇങ്ങനെ നോക്കൂ, ഓഡിയൻസ് റിവ്യൂസ് നിങ്ങൾ നോക്കൂ. ഇത് ചെറിയ സിനിമയാണ് എന്ന് കരുതി OTT-യിലേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ കാര്യം ഒരുപാട് സിനിമാറ്റിക് മൊമെൻറ്റ്സ് കോർത്തിണക്കി തിയേറ്ററിൽ ഈ സിനിമ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് കരുതി മെനഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററുകളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ കള്ളം എന്ന് പറയുന്ന ചെറിയ സിനിമയ്ക്കും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് നിങ്ങൾ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ കണ്ണൻ നായർ. ഇവിടെ കള്ളം സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വന്നത്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ടീമുണ്ട്. 2 സിനിമയായി. ഞാനിവിടെ 3 സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ മുറ എന്നൊരു സിനിമയും കൂടി ഇപ്പോൾ ഓടുന്നുണ്ട്. ചെറിയ സിനിമയാണത്, പക്ഷേ വളരെ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു കഴിഞ്ഞ സിനിമയാണ്. രണ്ടാമത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ആഴ്ച റിലീസായ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അതിലും ഞാനൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. അടുത്തതായി 13-ാമത് റിലീസാവാൻ പോകുന്ന കള്ളം എന്ന് പറയുന്ന സിനിമ. ഈ 3 സിനിമകളുടെയും കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ഞാനും ഇങ്ങനെ ഒരു ഓഡിയൻസായിട്ട് അവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലൂടുന്നത്. നാളെ OTT-യിലൊക്കെ വരുമായിരിക്കുമല്ലോ.
അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരുമല്ലോ, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വേണോ ഈ സിനിമയൊക്കെ വിജയിക്കാനെന്ന് ഈ നിൽക്കുന്നതിൽ 90% പേരും ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാനും അത്തരത്തിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ മാറിയ സാഹചര്യങ്ങളിൽ OTT എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കെങ്കിലും നമുക്ക് എത്തണമെങ്കിൽ, ഒരു ചർച്ചകളെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ ആൾക്കാർ വന്ന് സിനിമ ഓടേണ്ടതുണ്ട്. അതൊരു വളരെ വലിയ റിയാലിറ്റി ആയിട്ട് നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. വലിയ സ്റ്റാർസിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ പോലുള്ള ഈ പറയുന്ന നേരത്തെ കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള സിനിമകൾ ആൾക്കാർ ചർച്ച ചെയ്ത് റിവ്യൂകൾ വന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തി, ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമിൻ്റെ തലതൊട്ടപ്പന്മാരിലേക്ക് എത്തി. ഭയങ്കര ഒരു ബിസിനസ് പ്ലാനാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നാളെ നിങ്ങളുടെ മൊബൈലിലെങ്കിലും നിങ്ങൾക്കിത് കാണാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ ഒരാൾ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ OTT വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ 5 പേർക്കും കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരാൾ പോകാതിരുന്നാൽ ഈ 5 പേർക്കും ആ സിനിമ മിസ്സാകുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോഴത്തെ OTT കച്ചവടം അല്ലെങ്കിൽ തിയേറ്റർ ബിസിനസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പടത്തിന് ഗംഭീരമായിട്ടുള്ള റിവ്യൂസ് വന്നിട്ട് പോലും തിയേറ്ററിലേക്ക് വരാൻ ഈ പടം കണ്ടില്ലെങ്കിൽ എന്തോ നഷ്ടമാണ് എന്ന ചിന്ത വരാത്തിടത്തോളം കാലം നമ്മൾ ആരും തിയേറ്ററിലേക്ക് പോകാത്തൊരവസ്ഥ ഇപ്പോൾ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ പടം കണ്ടാൽ എന്ത് കിട്ടും എന്നുള്ളതല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത്, ഈ പടം കണ്ടില്ലെങ്കിൽ എന്ത് നഷ്ടം എന്നാണ് ചിന്തിക്കുന്നത്. അത്തരത്തിൽ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണമൊക്കെ നമുക്കറിയാം വലിയ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് നിമിഷങ്ങൾ അത് ചിരിക്കാനായാലും കരയാനായാലും കുറച്ച് ടെൻഷൻ അടിക്കാനായാലും ആങ്സൈറ്റി ഉണ്ടാക്കാനായാലും ഒക്കെ സിനിമ എന്ന് പറയുന്ന വ്യവസായം നിലനിൽക്കേണ്ട വളരെ അത്യാവശ്യമാണ്. നമ്മളൊക്കെ കോവിഡ് സമയത്ത് തിയേറ്ററൊക്കെ അടഞ്ഞിരുന്നപ്പോൾ എല്ലാവരും മൊബൈലിൽ ഈ കണ്ടന്റ് കണ്ടെങ്കിൽ പോലും ഇതെല്ലാം സിനിമയുടെ ബാക്കിയാണ്. സിനിമ നിലനിന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം കാണാൻ മൊബൈലുണ്ടായിരുന്നത്. ഈ പറയുന്ന കോമഡി സ്കിറ്റുകളായാലും പാട്ടുകളായാലും ഒക്കെ സിനിമയുടെ ബൈ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ സിനിമ നിലനിൽക്കേണ്ടത് ഞങ്ങളെപ്പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ലൈഫിൽ ഉറപ്പായിട്ട് ഉണ്ടായേ പറ്റൂ. നമ്മൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ എന്താ പറയുക വിശ്രമം, 8 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ അറിയാതെ ഇങ്ങനെ നടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഈ ഒരു വ്യവസായം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ദിവസം വരണമെങ്കിൽ ഈ പറയുന്ന പോലുള്ള സിനിമകൾ ഒക്കെ ഓടണം. അത് സ്റ്റാർസ് സിനിമകൾ മാത്രമല്ല, ചെറിയ പടങ്ങൾ. നമ്മളൊക്കെ നാളെ ഈ പറയുന്ന പോലെ വലിയ പടങ്ങൾ എടുക്കുന്ന ആൾക്കാരാവണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരോടുകൂടി പറയും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, കൊള്ളാമെന്ന് നോക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 പേരുണ്ടെങ്കിൽ ഒരാളൊന്ന് പോയി കണ്ടു നോക്കി കൊള്ളാമെങ്കിൽ ബാക്കിയുള്ളവരെയും കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിങ്ങളത് അവിടെ വിട്ടേക്കും, ഞങ്ങളെ 2 ചീത്തയൊക്കെ വിളിച്ചിട്ട് നിങ്ങളതവിടെ വിട്ടേക്കും. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന സിനിമകളെല്ലാം തന്നെ നിങ്ങളെ പിടിച്ചിരുത്താൻ പോകുന്ന, നിങ്ങളെ രസിപ്പിക്കാൻ പോകുന്ന സിനിമകളാണ് എന്നത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. അത് നിങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടെങ്കിലും ഒന്ന് തിയേറ്ററിൻ്റെ പരിസരത്തേക്കെങ്കിലും പോയി ഈ സിനിമ എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് എത്ര ഷോ കളിക്കുന്നുണ്ട് എന്നെങ്കിലും നോക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾ കാണിക്കുമെന്ന പ്രതീക്ഷയിൽ 13-ാം തീയതി, ഈ ഡിസംബർ 13-ാം തീയതി റിലീസാവുന്ന കള്ളം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടനും മുറയ്ക്കും. താങ്ക് യു ഓൾ.